Good morning. This is a small part in the fourth semester complementary paper, that is the particle physics. In this you have to learn about the elementary particles, its interactions, the antiparticles and quark model, etc. And earlier it was believed that electron, proton and neutron were the basic constituent of atoms. These are the basic particles, but later it was discovered that there are around 200 subatomic particles or elementary particles. So there are a large number of elementary particles. So these elementary particles, they are divided into different categories. And you can see that there are mainly two categories for this elementary particle, that is leptons and hadrons. And leptons are the truly elementary particles because since they have no internal structure. അതായത് ലെപ്റ്റൺസിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതിന് വേറെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രൂലി എലമെൻ്ററി എന്നാണ് പറയുന്നത്. ട്രൂലി എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്നാണ് ലെപ്റ്റൺസ് അറിയപ്പെടുന്നത്. ഇത് അൺഎഫക്റ്റഡ് ബൈ സ്ട്രോങ് ഇൻട്രാക്ഷൻ. സ്ട്രോങ് ഇൻട്രാക്ഷൻ നമ്മുടെ 4 ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിൽ സ്ട്രോങ് ഇൻട്രാക്ഷനിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് സാധാരണയായിട്ട് ലൈറ്റർ പാർട്ടിക്കിൾസ് ആണ്. ലെപ്റ്റൺസ് എന്ന് പറഞ്ഞാൽ മാസ് വളരെ കുറഞ്ഞ പാർട്ടിക്കിൾസ് ആണ് ലെപ്റ്റൺസ്. These are affected by electromagnetic, weak and gravitational interaction. ബാക്കി 3 ഇൻട്രാക്ഷനും ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് മെയിനായിട്ട് ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻ ആണുള്ളത്. നമുക്ക് ലെപ്റ്റൺസ് ഏതൊക്കെയാണ്, ഇലക്ട്രോൺസ് ഒക്കെ ലെപ്റ്റൺസിലാണ് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാറ്റഗറി, അതിലേതൊക്കെ പാർട്ടിക്കിൾസ് വരുന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണിക്കാം. പിന്നെ ഉള്ളത് ഹാഡ്രൺസ് ആണ്. ഹാഡ്രൺസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ മാസീവായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇതിന് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് ഹാഡ്രൺസിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് സബ് പാർട്ടിക്കിൾസ് ആക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ് ഇതിലേക്ക് പോകുന്നത്. വീക്ക് ഇൻട്രാക്ഷൻ, മറ്റ് 3 ഇൻട്രാക്ഷൻസും പോസിബിൾ ആണ് എങ്കിലും ദീസ് ആർ മെയിൻലി സബ്ജക്റ്റ് ടു സ്ട്രോങ് ഇൻട്രാക്ഷൻസ്. ഇനി ഹാഡ്രൺസിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് മീസോൺസും ഒന്ന് ബാരിയോൺസും ആണ്. മീസോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഇൻറ്റഗ്രൽ സ്പിന്നാണ്. അതായത് 1, 2, 3 തുടങ്ങിയ ഇൻറ്റഗ്രൽ സ്പിന്നാണ് അതിനുണ്ടാവുക. ബാരിയോൺസിന് ഓഡ് ഇൻറ്റഗ്രൽ സ്പിൻ, അതായത് 1/2, 3/2 തുടങ്ങിയ ഓഡ് ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണ് ഉണ്ടാവുക. അതായത് 1/2, 3/2, 3 × 1/2 തുടങ്ങിയിട്ടുള്ള ഓഡ് ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണ് ബാരിയോൺസിന് ഉണ്ടാവുക. ഇനി ബാരിയോൺസിൽ തന്നെ ചെറിയൊരു ഡിവിഷൻസ് ഉണ്ട്. അത് ബാരിയോൺസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ഒരു ഓവറോൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പും എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ പെക്യൂലിയാരിറ്റി, അതിൽ വരുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അതിൻ്റെ ചെറിയ ചെറിയ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ ലെപ്റ്റൺസ് ആണ്. ലെപ്റ്റൺസ് ആർ ലൈറ്റർ പാർട്ടിക്കിൾസ് ആണ്. ഈ ഗ്രൂപ്പിൽ ഇലക്ട്രോൺ, ന്യൂട്രിനോ, മ്യൂൺ ആൻഡ് ടൗ ഇത്രയും പാർട്ടിക്കിൾസ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫിഗർ തന്നെയാണ്, ഇതിൽ കൊടുത്തിട്ടുള്ള ടേബിൾ തന്നെയാണിത്. അതിന് ഫോട്ടോൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോൺസ് ഇതിൽ വരുന്നതല്ല. അപ്പോൾ ലെപ്റ്റൺസ് വരുന്നത് ടൗ, അതിൻ്റെ സിമ്പൽ ടോ ആണ്. അതിന് തന്നെ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസും പാർട്ടിക്കിളും ഉണ്ടാകും. എല്ലാ പാർട്ടിക്കിൾസിനും ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന് പോസിട്രോൺ ഉണ്ട്. അതുപോലെ ടൗവിന് അതിൻ്റെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ടോ മൈനസും ആൻറ്റി പാർട്ടിക്കിളാണ് ടോ പ്ലസ് ആയിട്ട് വരുന്നത്. അതുപോലെ ന്യൂട്രിനോ ഉണ്ട്. ന്യൂട്രിനോയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഇലക്ട്രോൺ ന്യൂട്രിനോയും മ്യൂൺ ന്യൂട്രിനോയും. ടൗ ന്യൂട്രിനോയും കൂട്ടത്തിലുള്ളതാണ്. പിന്നെ മ്യൂൺ ഉണ്ട്, പാർട്ടിക്കിൾസ് മ്യൂൺ ഉണ്ട്. നമുക്ക് മ്യൂൺ പ്ലസ് മൈനസ് ആണ്. മ്യൂണിൻ്റെ പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളുമാണ്. ഇത് ആൻറ്റി പാർട്ടിക്കിളും പാർട്ടിക്കിളുമാണ്. പ്ലസ് ആണ് ഇതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 4ഉമാണ് ലെപ്റ്റൺസിൽ മെയിനായിട്ട് വരുന്ന പാർട്ടിക്കിൾസ്. ലൈറ്റ് പാർട്ടിക്കിൾസ് ആണ് മെയിനായിട്ട്. ഇനി ഇതിൻ്റെ റെസ്റ്റ് എനർജി നമുക്ക് നോക്കാം. ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 1777 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതാണ് ഏറ്റവും മാസീവായിട്ടുള്ള പാർട്ടിക്കിൾ. ലെപ്റ്റൺസിൽ ഏറ്റവും മാസീവായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ടൗ എന്ന് പറയുന്നത്. ബാക്കി 2നും ന്യൂട്രിനോയ്ക്ക് മാസ് ഇല്ല. ഇലക്ട്രോണിൻ്റെ മാസ് ഇത്രയും മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. മ്യൂണിൻ്റെ മാസ് ഇത്രയും ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്, ഇതിൽ ടൗ എന്ന് പറയുന്നത് മാസീവ് പാർട്ടിക്കിളാണ്. ഇതിന് വളരെ കുറച്ചാണ് ലൈഫ് ടൈം, അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറഞ്ഞ ലൈഫ് ടൈമേ ഉള്ളൂ. 2.9 × 10⁻³ സെക്കൻഡാണ് ഇതിൻ്റെ ലൈഫ് ടൈം വരുന്നത്.
ഇത് സ്റ്റേബിൾ അല്ല ഒട്ടും. ന്യൂട്രിനോയും ഇലക്ട്രോണും ന്യൂട്രിനോയിൽ തന്നെ രണ്ട് ഇലക്ട്രോൺ ന്യൂട്രിനോയും മിയോൺ ന്യൂട്രിനോയും രണ്ടും സ്റ്റേബിളാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണും സ്റ്റേബിളാണ്. മിയോൺ അത്ര സ്റ്റേബിൾ അല്ല, അതിന് ലൈഫ് ടൈം ഉണ്ട്. 2.19 × 10⁻⁻6 ആണ് അതിൻ്റെ ലൈഫ് ടൈം ആയിട്ട് പറയുന്നത്. അപ്പോൾ ലെപ്റ്റൺസ് ലൈറ്റർ പാർട്ടിക്കിൾസ് വിച്ച് വെർ നോട്ട് അഫക്റ്റഡ് ബൈ ദ സ്ട്രോങ് ഇൻട്രാക്ഷൻസ്, ആ കാറ്റഗറിയിൽ വരുന്ന 4 ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ട് ഇതിൽ. ഇനി മീസോൺസ്, അതായത് ഹാഡ്രൺസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് മീസോൺസ്. നമ്മൾ പറഞ്ഞു അത് ഇൻ്റഗ്രൽ സ്പിന്നാണ് അതിനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റ് മാസ് സാധാരണ 250 മാസ് ഓഫ് ഇലക്ട്രോണും അതുപോലെ 1000 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെ 250 to 1000 ടൈംസ് ആണ് ഇതിൻ്റെ റെസ്റ്റ് മാസ് വരുന്നത് മീസോൺസിൻ്റെ. മീസോൺസ് ആർ ഏജൻസ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്, അവിടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും സാധാരണ. ദീസ് ആർ പാർട്ടിക്കിൾസ് ഓഫ് സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഇത് എഫക്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. ഇത് ഹാഡ്രണിലെ ഒരു ഗ്രൂപ്പാണ് മീസോൺസ്, ഹാഡ്രണിലെ വേറൊരു ഗ്രൂപ്പാണ് ബാരിയോൺസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് മീസോൺസിൽ വരുന്നത്? പയോൺസ്, അതായത് പൈ മീസോണിനെയാണ് നമ്മൾ പയോൺസ് എന്ന് പറയുന്നത്. അതിൽ പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും ഉണ്ട്. പിന്നെ ന്യൂട്രൽ പയോൺസും ഉണ്ട്. പൈ മീസോണാണ് പയോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്റ്റ് എനർജി നിങ്ങൾക്ക് കാണാം. ഓരോന്നിൻ്റെ റെസ്റ്റ് എനർജി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈഫ് ടൈം ഇതൊക്കെ അൺസ്റ്റേബിൾ ആണ്. ഈ ന്യൂട്രൽ പയോൺ എന്ന് പറയുന്നത് ഒട്ടും ലൈഫ് ടൈം ഇല്ല. അതിന് 10⁻16 ഓർഡറിലാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കയോൺസ് ആണ്. കയോൺസിൽ തന്നെ പ്ലസ് മൈനസ് ഉണ്ട്, പിന്നെ ചാർജ്ഡ് ആണിത്. അതേപോലെ ന്യൂട്രൽ പാർട്ടിക്കിൾസും ഉണ്ട്. K1 K2 എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്ററാക്ഷൻ, അതായത് അതിൻ്റെ ഡീകെ ഏത് രീതിയിൽ അത് ഡീകെ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ K1 K2 പോലെയുള്ള കയോൺസ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റ് എനർജി നിങ്ങൾക്ക് കാണാം. റെസ്റ്റ് എനർജിയിൽ ന്യൂട്രലും ഇത് വലിയ വ്യത്യാസമില്ല. പിന്നെ മീസോൺസിൽ വരുന്ന ഈറ്റ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് ആണ്. ഈറ്റ ന്യൂട്രൽ പാർട്ടിക്കിളാണ്. അതിൻ്റെ റെസ്റ്റ് എനർജി നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ മെയിനായിട്ട് പയോൺ, കയോൺ ആൻഡ് ഈറ്റ 3 മീസോൺസ് ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സ്പിന്നാണ്. നമുക്ക് സ്പിന്നിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ പിന്നീട് ജനറലായിട്ട് പഠിക്കാം, എന്തൊക്കെയാണ് ഇതിൽ സ്പിന്ന് വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പയോൺ, കയോൺ ആൻഡ് ഈറ്റ ഇത്രയും കാറ്റഗറിയാണ് നമുക്ക് കൂട്ടത്തിലുള്ളത്. പിന്നുള്ളത് ബാരിയോൺസ് ആണ്. അതായത് ഹാഡ്രണിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ബാരിയോൺസ്. ബാരിയോൺസ് മെയിൻലി ഹെവി പാർട്ടിക്കിൾസ് ആണ്. ഇതിൻ്റെ മീസോൺസിനെക്കാട്ടിയും ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ബാരിയോൺസ്. മീസോൺസ് എന്ന് പറയുന്നത് ലെപ്റ്റോണിനും ഹാഡ്രണിനും ഇടയിൽ മാസുള്ളതാണ് മീസോൺസ് എന്ന് പറയുന്നത്. ബാരിയോൺസ് ആണ് ഹെവി പാർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസും അതിനെക്കാട്ടി ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസും ആണ് ബാരിയോൺസിൻ്റെ ഉള്ളിൽ വരുന്നത്. പ്രോട്ടോൺസ് ആൻഡ് പാർട്ടിക്കിൾസ് ഹെവിയർ ദാൻ പ്രോട്ടോൺസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഗ്രൂപ്പ്. ഇനി ഇതിൽ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയോൺസ് എന്നറിയപ്പെടും. ഇതിൽ തന്നെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് വിച്ച് ആർ ടുഗദർ കോൾഡ് ന്യൂക്ലിയസ്. ബാക്കി വരുന്ന ബാരിയോൺസ് ഒക്കെ ഹൈപ്പറോൺസ് അറിയപ്പെടും. അപ്പം ബാരിയോൺസ് 2 ഗ്രൂപ്പ് ആക്കാം നമുക്ക്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന ന്യൂട്രോൺസും പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമുക്ക് ന്യൂക്ലിയോൺസ് എന്നും, ബാക്കി വരുന്ന എല്ലാ ബാരിയോൺസിനെയും നമുക്ക് ഹൈപ്പറോൺസ് എന്നും പറയാം. പിന്നെ എല്ലാ ബാരിയോണിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാരിയോണും ആൻറ്റി പാർട്ടിക്കിളും ഉണ്ട്. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസും ഉണ്ട്. എല്ലാ ബാരിയോൺസിനും ബാരിയോൺ നമ്പർ എന്ന് പറയുന്നത് +1ഉം അതിൻ്റെ ആൻറ്റി ബാരിയോൺ നമ്പർ -1ഉം ആണ്. അതേപോലെ ലെപ്റ്റോൺസിനും ഉണ്ട്, മീസോൺസിനും ഒക്കെ അതിൻ്റെ നമ്പറും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ നമ്പർ പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രോൺസിൻ്റെ മാസ് ന്യൂട്രോണിനും ഡ്യൂട്രോണിനും ഇടയിലാണ് വരുന്നത്. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടീരിയമാണ്. അതായത് ഒരു ന്യൂട്രോണും ഒരു പ്രോട്ടോണും ചേർന്നിട്ടുള്ള മാസിനും ഒരു ന്യൂട്രോണിൻ്റെ മാസിനും ഇടയ്ക്കാണ് ഹൈബ്രോൺസിൻ്റെ മാസ് വരുന്നത്. അതായത് 4 ടൈപ്പ് ഹൈബ്രോൺസ് വരുന്നുണ്ട്: ലാംഡ, സിഗ്മ, സൈ ആൻഡ് ഒമേഗ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ K മിസോൺസും കൂടെ ചേർന്നാൽ ദീസ് ആർ നോൺ ആസ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ്. ഇനി ഏതൊക്കെയാണ് ഈ ബാരിയോൺസിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് നോക്കാം.
ബാരിയോൺസിൽ പ്രോട്ടോൺ ന്യൂട്രോൺ അതായത് ഇത് രണ്ട് ന്യൂക്ലിയോൺസിൽ വരുന്നതാണ്, ബാക്കി 4 ഹൈപ്പറോൺസിൽ വരുന്നത്. ടുഗദർ ദീസ് ആർ നോൺ ആസ് ബാരിയോൺസ്. അപ്പോൾ ഇനി പ്രോട്ടോണിൽ പ്രോട്ടോണും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസും ഉണ്ട്. അതിൻ്റെ റെസ്റ്റ് എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റും, 938 ആണ് പ്രോട്ടോൺ അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ മീൻ ലൈഫ് അത് സ്റ്റേബിളാണ്, പ്രോട്ടോൺ സ്റ്റേബിളാണ് നിങ്ങൾക്കറിയാം. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ റെസ്റ്റ് എനർജി ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇതും സ്റ്റേബിളാണ്, ഓൾമോസ്റ്റ് 10⁻² സെക്കൻഡ്സ് ആണ്, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇതും കുറച്ചും കൂടെ സ്റ്റേബിളാണ്. പിന്നെ ലാംഡ അതിൻ്റെ സിമ്പിളാണ്, ന്യൂട്രൽ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ലാംഡയ്ക്ക്, അതിൻ്റെ റെസ്റ്റ് എനർജി തന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ അതിൻ്റെ അൺസ്റ്റേബിളാണ്, ഇത് ലാംഡ എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. സിഗ്മയിൽ രണ്ടും ഉണ്ട്, പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ ആൻഡ് ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്, 3 പാർട്ടിക്കിൾസ് ഉണ്ട് അതിൽ. അതിൻ്റെയൊക്കെ ലൈഫ് ടൈമും തന്നിട്ടുണ്ട്. ഇതെല്ലാം അൺസ്റ്റേബിളാണ് കൂടുതൽ, കാരണം എല്ലാം -10 മുകളിലുള്ള ഓർഡറിലാണ് അതിൻ്റെ ലൈഫ് ടൈം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൈ ആണ്, സൈ ഇത് ക്യാപിറ്റലാണ്, സൈ 0യും സൈ -2 പാർട്ടിക്കിൾസാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ റെസ്റ്റ് എനർജിയും അതിൻ്റെ ലൈഫ് ടൈം തന്നിട്ടുണ്ട്. അതേപോലെ ഒമേഗ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ബാരിയോൺസ് വരുന്നത്. അതിൽ തന്നെ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ടുഗദർ known as nucleons and these other 4 particles together known as അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ് ഒക്കെ ചേർന്ന് these 4 particles and its antiparticle together known as hyperons. അപ്പോൾ hyperons plus nucleons gives the baryons. അപ്പോൾ ഇത്രയാണ് പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും ഉള്ളത്. എന്താണ് എലമെൻ്ററി പാർട്ടിക്കിൾസ്, അതിൻ്റെ കാറ്റഗറി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നിലും ഏതൊക്കെ ടൈപ്പ് പാർട്ടിക്കിൾസ് വരുന്നു, അതിൻ്റെ പെക്യൂലിയാരിറ്റി. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തരാനുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ് നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ക്വാർക്ക് മോഡൽ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹാഡ്രോൺസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിന് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ക്വാർക്ക് മോഡൽ കൊടുക്കുന്നുണ്ട്. മോഡൽ കൊടുത്തിട്ട് അതിലേതൊക്കെ സ്ട്രക്ചറുകളാണ് വരുന്നത്, ഏതൊക്കെയാണ് അതിൽ വരുന്ന എഗെയിൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡഡ് ആണ്. ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് നൗ. താങ്ക് യു.